ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം മിനുക്കി പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പാർട്ടിയിലെ ജനപ്രിയ താരമായ കെ ശൈലജയെ മന്ത്രിസഭയിലെടുക്കണമെന്ന ആവശ്യം സിപിഎമ്മിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കന്മാരും പാർട്ടി ഘടകങ്ങളുമാണ് ശൈലജയ്ക്കായി വാദിക്കുന്നത്. മന്ത്രിസഭയിലെ ചുരുക്കം ചിലരുടേത് ഒഴിച്ചുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെന്ന ആരോപണം നേരത്തെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. ഇതിനിടെ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രി വരേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പെർഫോമൻസ് കുറഞ്ഞ മന്ത്രിമാർക്ക് അപ്രധാന വകുപ്പുകൾ നൽകി കഴിവുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ കോവിഡ്, നിപ പ്രതിരോധത്തിൽ ആഗോള മികവ് കാണിച്ച കെ ശൈലജയെ അവസാനത്തെ 2 വർഷം മന്ത്രിയാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. വടകരയിൽ ശൈലജയ്ക്കേറ്റ പരാജയം ഇതുവഴി ഒരു പരിധിവരെ മറയ്ക്കാൻ കഴിയുമെന്ന നിരീക്ഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ശൈലജയെ മന്ത്രിസഭയിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സർക്കാരിൽ 2ാം സ്ഥാനക്കാരായി ശൈലജ വന്നാൽ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കപ്പെടുന്ന ആശങ്ക മുഖ്യമന്ത്രിയിൽ നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ മട്ടന്നൂർ MLA ആയ കെ ശൈലജയെ മത്സരിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കാൻ പാർട്ടിക്കുള്ളിൽ നീക്കം നടത്തിയതും മുഖ്യമന്ത്രിയാണെന്നാണ് ആക്ഷേപം. മരുമകൻ മുഹമ്മദ് റിയാസിനായി പാർട്ടിയിലെ ജനപ്രിയ നേതാക്കളായ കെ രാധാകൃഷ്ണനെയും കെ ശൈലജയെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയായിരുന്നുവെന്ന ആരോപണവും നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയം കണ്ടുവെങ്കിലും ശൈലജ ടീച്ചർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ അതിശക്തമായ ചർച്ച ഉടലെടുത്തത്. കെ ശൈലജയെ മന്ത്രിസഭയിലെത്തിച്ച് മന്ത്രിസഭയുടെ മുഖം മിനുക്കണമെന്നാണ് ആശയം ഉയർന്നിട്ടുള്ളത്. ഇപ്പോഴെങ്കിലും പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അത് കനത്ത തിരിച്ചടിയേൽക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകൾ ജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ ജോസ് കെ മാണി വിഭാഗം ഉറച്ചു നിൽക്കുന്നതും പാർട്ടിക്കുള്ളിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. UDF വിട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നെന്നും അത് നൽകണമെന്നും ഇടതുമുന്നണിയിൽ ശക്തമായി വാദിക്കാനും കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതാണ്. സീറ്റ് വേണമെന്ന നിലപാട് ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കുമെങ്കിലും ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കില്ലെന്ന നിലപാട് നേരത്തെ ജോസ് കെ മാണി തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിലപാട് മാറ്റി പരസ്യമായ പ്രതികരണത്തിലേക്ക് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. തുടർഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റമാണെന്നും അതിനാൽ രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നുമാണ് ജോസ് കെ മാണിയുടെ വാദം. ഇടത് MPമാരായ എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. സഭയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 സീറ്റിൽ ഇടതുമുന്നണിക്കും 1 സീറ്റിൽ UDFനും വിജയിക്കാനാവും. രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് UDFന്റെ ധാരണ. അതേസമയം ഇടതുമുന്നണിയിൽ ജയിക്കാൻ സാധ്യതയുള്ള 2 സീറ്റിൽ ഒന്നിൽ CPM മത്സരിക്കുകയും ചെയ്യും. ജയസാധ്യതയുള്ള 2ാമത്തെ സീറ്റിൽ പതിവായി CPI ആണ് മത്സരിക്കുന്നത്. ഈ സീറ്റ് വിട്ടു നൽകില്ലെന്ന കർശന നിലപാടിലാണ് CPI ഇപ്പോഴുള്ളത്. സംസ്ഥാനത്ത് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 25-ന് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. 3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത്. ജൂൺ 13-നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ജൂൺ 18-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും. ഒഴിവുവരുന്ന 3 സീറ്റുകളിൽ 2 സീറ്റുകളിൽ LDFന് ജയിക്കാനാകുമെന്ന് വലിയ പ്രത്യേകതയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. LDFന് 99 അംഗങ്ങളാണ് നിയമസഭയിലുള്ളത്. നിലവിൽ സ്ഥാനമൊഴിയുന്ന 3 അംഗങ്ങളും LDFിലുള്ളവരാണ്. ജോസ് കെ മാണി രാജ്യസഭാംഗമായതിനു ശേഷമാണ് LDFിലെത്തിയത്. ജോസ് കെ മാണിക്കായി കേരള കോൺഗ്രസ് എമ്മും ശ്രേയാംസ് കുമാറും രാജ്യസഭാ സീറ്റുകൾ വേണമെന്ന് LDFിൽ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. രാജ്യസഭാംഗത്വം ഒഴിയുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പകരം സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന് CPIയും അവകാശവാദം കടുപ്പിച്ചിട്ടുണ്ട്. സീറ്റ് വേണമെന്ന അവകാശവാദം ഉന്നയിക്കാൻ CPI നേതൃയോഗങ്ങളിൽ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ CPI സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി ഈ ആവശ്യം LDFിൽ ഉന്നയിച്ചിട്ടില്ല. ലോക്സഭാ സീറ്റ് നൽകാത്ത സാഹചര്യത്തിൽ രാജ്യസഭയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം വേണമെന്ന് RJD നേരത്തെ LDFിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ CPM ഈ ആവശ്യത്തോട് ഇതുവരെയും പ്രതികരണവും നടത്തിയിട്ടില്ല.